ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഹാവൽസിൻ്റെ 8 വേ DBനെ കുറിച്ചിട്ടാണ്. അതായത് 8 വേ സിംഗിൾ ഫേസ് DB അത് കൊടുക്കുകയാണെങ്കിൽ എത്ര MCBകൾ നമുക്ക് കൊടുക്കാം, ഐസൊലേറ്ററും ELCB അല്ലെങ്കിൽ RCCB കൂടി കൊടുക്കുകയാണെങ്കിൽ എത്ര MCB കൊടുക്കുക എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മൾ നോക്കുന്നത്. ഇതിൻ്റെ അത് MRP കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്ത് നിങ്ങൾ കാണാൻ സാധിക്കും. 8W എന്ന് മാർക്ക് ചെയ്താണ് കാണാൻ സാധിക്കും. അത് 8 വേ എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് 8 MCBകൾ മാത്രമാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ നമുക്ക് 8 MCBകൾ നമുക്ക് അതിൽ കൊടുക്കാനുള്ള ഗ്യാപ്പാണ് ഉണ്ടാവുക. ഇനി അതല്ല, ഒരു സിംഗിൾ ഫേസിന് വേണ്ടിയിട്ട് RCCBയും ഐസൊലേറ്ററും കൊടുക്കുകയാണെങ്കിൽ ഒരു ഐസൊലേറ്റർ 2 MCBയുടെ സ്പേസാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ RCCBയും 2 MCBയുടെ സ്പേസാണ് എടുക്കുന്നത്. അപ്പോൾ രണ്ടും കൂടി ടോട്ടൽ വരുമ്പോൾ 4 MCBയുടെ സ്പേസ് ഈ പറയുന്ന ഐസൊലേറ്ററും RCCBയും കൂടി എടുക്കും. ബാക്കി വരുന്ന 4 MCBകളാണ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അത് ചെറിയൊരു ഏരിയ എന്ന് പറഞ്ഞാൽ ചെറിയൊരു വീടൊക്കെ ആണെങ്കിൽ, ഒരു സിംഗിൾ ബെഡ്റൂമും അതുപോലെ തന്നെ ചെറിയൊരു ഏരിയ അത് വരുന്ന ഏരിയകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ പറയുന്ന 8 വേ DB മതിയാവും. 8 വേ DB എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. അതായത് നമ്മളിത് ഉറപ്പിക്കുന്നതിന് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ആദ്യമേ തന്നെ DB എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് എങ്ങനത്തെ ടൈപ്പ്, ഫ്രണ്ടിലേക്ക് ഒരുപാട് പ്രൊജക്ഷനുള്ള ഡോറാണോ എന്നുള്ളതാണ് ഏറ്റവും ആദ്യം അറിയേണ്ടത്. അപ്പോൾ ഡോറ് കുറച്ച് പ്രൊജക്ഷനുള്ള ടൈപ്പ് അല്ലെങ്കിൽ വിചാരിയുള്ള ടൈപ്പ് ഉണ്ട്, ഇഞ്ചസ് ഉള്ള ടൈപ്പ് ഉണ്ട്. അപ്പോൾ അത് ഏതാണെന്ന് കറക്റ്റായിട്ട് മെഷർ ചെയ്തതിന് ശേഷം നോക്കിയതിന് ശേഷം മാത്രമേ DB ഉറപ്പിക്കാവൂ. കാരണം മിക്ക DBകളിലും തേപ്പ് കാര്യങ്ങളെല്ലാം ഫിനിഷിങ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു സെൻറ്റിമീറ്ററിൻ്റെ താഴെയായിട്ട് പ്രൊജക്ഷൻ വരാറുണ്ട്. 1 സെൻറ്റിമീറ്റർ താഴെ നമുക്ക് പ്രൊജക്ഷൻ കിട്ടണം, എന്നാൽ മാത്രമേ അതിൻ്റെ ഡോറ് കറക്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഡോറ് ഒരുപാട് പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് MCB ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല, MCBകൾ അകത്തേക്ക് ഉള്ളിലേക്ക് കുഴിഞ്ഞു പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്നാണ്. അപ്പോൾ നമ്മൾ വരുന്ന സർക്യൂട്ട് പൈപ്പും കാര്യങ്ങളൊക്കെയാണ് ഈ വരുന്നത്. അതായത് ചെറിയൊരു ഏരിയയാണ്. ചെറിയ ഏരിയയിൽ വരുന്നിരിക്കുന്ന ഈ സൈഡിലേക്ക് 2 1 ഇഞ്ച് പൈപ്പും ഇപ്പുറത്തെ സൈഡിലേക്ക് 3 1 ഇഞ്ച് പൈപ്പും. 3 1 ഇഞ്ച് പൈപ്പ് എന്ന് പറയുമ്പോൾ 25 mm പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ 5 പൈപ്പ് മാത്രമേ താഴേക്ക് ഇറങ്ങുന്നുള്ളൂ. പിന്നെ മെയിനായിട്ട് വരുന്ന സർക്യൂട്ട് ഇത്രയാണ് നമ്മൾ ഈ DBയിലേക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചെറിയൊരു ഏരിയ ആയതുകൊണ്ട് നമുക്ക് 8 വേ DB മതിയാവും. ഇനി അതിൻ്റെ സർക്യൂട്ടിൽ കൊടുക്കുന്നത് അതിൻ്റെ എർത്ത് കാര്യങ്ങളെല്ലാം മാർക്ക് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് എർത്ത് റോഡ് കൊടുത്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ അതിൻ്റെ ന്യൂട്രൽ ലിങ്കാണ് ന്യൂട്രൽ കണക്ട് ചെയ്യുന്ന റോഡാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സെൻറ്ററിൽ കാണുന്ന ഒരു ചാനൽ കണ്ടോ, അതിലാണ് നമ്മൾ ഈ പറയുന്ന 8 MCBകൾ അതിൻ്റെ അകത്ത് നിരത്തി നമ്മൾ വെക്കുന്നത്. MCBയുടെ ലോക്ക് വെച്ചിട്ടാണ് അതിൽ ടൈറ്റ് ചെയ്ത് ഉറപ്പിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ, ഡോർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി പ്രൊജക്റ്റ് ചെയ്തിട്ട് വേണം DB വെക്കാനായിട്ട്. അപ്പോൾ ഹാവൽസിൻ്റെ 6 വേ അല്ലെങ്കിൽ 8 വേ അതുപോലെ തന്നെ പല മോഡൽസ് നമുക്ക് അവൈലബിൾ ആണ്. എല്ലാ കമ്പനികളുടെയും മോഡൽസ് അവൈലബിൾ ആണ്. DB സെലക്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, നമ്മൾ ഇൻഡക്ഷൻ കറണ്ട് ഉണ്ടാവാത്ത രീതിയിലുള്ള വയറുകൾ അത്യാവശ്യം കൂടുതലുള്ള ഏരിയ ആണെങ്കിൽ കുറച്ച് വലിപ്പമുള്ള DB വയ്ക്കുന്നതാണ് നല്ലത്. ചെറിയ ഏരിയകളിലൊക്കെ നമ്മൾ മാക്സിമം വയറുകൾ അതിൻ്റെ അകത്ത് ഒതുക്കുന്ന സമയത്ത് ഇൻഡക്ഷൻ കറണ്ട് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അതായത് നമ്മൾ ആവശ്യമില്ലാത്ത സമയത്താണെങ്കിൽ നമ്മൾ എല്ലാ സ്വിച്ചും കാര്യങ്ങളും ഓഫ് ആണെങ്കിൽ കൂടിയും ന്യൂട്രൽ എല്ലാ വയറുകളിലും അത്യാവശ്യം ടെസ്റ്റർ കുത്തിയാൽ തെളിയുന്ന രീതിയിലുള്ള ചെറിയൊരു ഇൻഡക്ഷൻ കറണ്ട് ഉണ്ടാവും. അത് ഒഴിവാക്കണമെങ്കിൽ ഈ ടൈറ്റ് വയറിങ് ഒഴിവാക്കുക. അതുമാത്രമല്ല, അത്യാവശ്യം DBയിലാണെങ്കിൽ കൂടിയും അത്യാവശ്യം സ്പേസുള്ള DB വയ്ക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതുമാത്രമല്ല, കംപ്ലയിൻറ്റ്സ് മാക്സിമം കുറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന സ്പേസുള്ള DBകളിലാണ്. നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സോ കാര്യങ്ങളോ കൊണ്ട് മെയിൻ്റനൻസും വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so fine, I'm so late.